ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ പോയത് തറവാട്ടിങ്ങൾ. ഇന്നലെ നമ്മൾ തറവാട്ടിങ്ങന്ന് വരുമ്പോ എന്താണ് കണ്ടത്? നമ്മൾ വരുമ്പോ റോഡിന്റെ സൈഡില് ഉള്ള പാടത്തെ കുറെ കുട്ടികള് വെള്ളത്തില് കളിക്കുന്നുണ്ട്. കൊറേ കുട്ടികൾ വെള്ളത്തിൽ കളിക്കുന്നുണ്ടാ? അതെന്റെ. ഓരൊക്കെ എത്ര വലിപ്പമുള്ള കുട്ടികളാണ്? നിന്റെ വലിപ്പമുള്ള കുട്ടികളാണോ? എന്റെ ഭാര്യന്റെ കുട്ടികളുടെ കാക്കാന്റെ കുട്ടികളുടെ എന്നെക്കാളും കുറെ കുട്ടികളുടെ അങ്ങനെ കുറെ കുട്ടികള് വെള്ളത്തില് കളിക്കുന്നുണ്ട്. അത് ശരിയല്ല. ഇതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ രക്ഷിതാക്കളോട് ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നല്ല മഴയാണ്. പാടത്തും പറമ്പിലും കൂട്ടിലും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ കുട്ടികളെ വെള്ളത്തിലേക്ക് സമ്മതിക്കരുത്. പാടത്തേക്കും മുന്നേക്കും കളിയപ്പം കുട്ടികളെ പറഞ്ഞിരിക്കരുത്. അങ്ങനെ പറഞ്ഞാൽ കുട്ടികൾ വെള്ളത്തിൽ വീട് പോവും, വന്ന വരെ സംഭവിക്കും. അതുകൊണ്ട് മഴക്കാലത്തെ കുട്ടികളെ വെള്ളം കെട്ടി നിൽക്കേണ്ട ഭാഗത്തൊക്കെ വിടരുത്. അതുപോലെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മഴക്കാലത്ത് കരണ്ടിന്റെ കമ്പി വീണ് കിടക്കുന്നുണ്ടാവും. അതൊന്ന് പോയി പിടിക്കുകയോ തൊടുകയോ ചെയ്യരുത്. തോക്കളിച്ച് മരണപ്പെടാൻ സാധ്യതയുണ്ട്. മറ്റൊരു ആഴ്ച ഞാൻ കണ്ടത് ചില കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോ റോട്ടിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. അത് ചീത്ത വെള്ളമാണ്. അത് കളിക്കരുത്. അങ്ങനെ കളിച്ചാൽ ഒരുപാട് രോഗങ്ങൾ നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് അത്ര വെള്ളത്തിൽ കളിക്കരുത്. വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രം കഴിക്കുക. പുറത്തു നിന്നും തുറന്നിട്ടാൽ ഭക്ഷണങ്ങൾ കഴിക്കരുത്. ചൂടാക്കി തണുപ്പിച്ചാൽ വെള്ളം കുടിക്കുക. ചീത്ത വെള്ളം കുടിക്കാതിരിക്കുക. അതുപോലെ നമ്മുടെ വീട്ടിലായാലും സ്കൂളിലായാലും കഴിഞ്ഞ കളി കൊണ്ട് സ്വിച്ച് ബോർഡിൽ തൊടാൻ പാടില്ല. ഈ കാര്യവും അമ്മ ശ്രദ്ധിക്കണം. ഇനി ഞാൻ പറയുന്നത് രക്ഷിതാക്കളോടാണ്. മഴ പെയ്യുമ്പോൾ നമ്മളെ മുറ്റത്തെ വെള്ളം കെട്ടിക്കിടക്കും. വെള്ളവും മറ്റു മുറ്റത്തുള്ള പാത്രങ്ങളിലും ഒക്കെ വെള്ളം ഉണ്ടാവും. ഇവിടെ തൊഴിലുകള് കഴിയും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം ഒഴിവാക്കണം. വെള്ളം നിർത്താൻ കൊതുക് കൂടുന്നത് തടയണം. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം എന്റെ കൂട്ടുകാരും രക്ഷിതാക്കളോ ശ്രദ്ധിക്കണം. തണുത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. ചൂടുള്ള നല്ല ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കളികൾ കയ്യെത്തിയായി കഴിക്കണം. നഖം മുറിക്കണം. ഇതെല്ലാം ചെയ്താൽ നമുക്ക് രോഗങ്ങൾ വരില്ല. എന്നും കുളിക്കണം. മഴയത്ത് ഇറങ്ങി എടുക്കരുത്. മഴ പുറത്തേക്ക് പോകുമ്പോൾ കുട എടുക്കണം. റെയിൻ കോട്ട് എടുക്കണം. മഴ കൊണ്ട് എടുക്കരുത്. ഇനി എങ്ങാനും മഴ കൊണ്ടാൽ വീട്ടിലെത്തിയ ഉടനെ തല നന്നായി തോർത്തണം. അല്ലെങ്കിൽ പനി ഉണ്ടാവും. നല്ല ഭക്ഷണം കഴിക്കണം. പച്ചക്കറികളും
സൂക്ഷിക്കണം. ശുദ്ധമായ വെള്ളം കുടിക്കണം. വീണ്ടും കാണുന്ന വരെ താങ്ക് യു. Very much. ഓക്കെ.